കുരുന്നുകൾക്ക് വായനയുടെ വസന്തകാലം സമ്മാനിച്ച ഷാർജ ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റിവൽ. ദിവസവും വായനോത്സവത്തിലേക്ക് ഒഴുകിയെത്തുന്നത് ആയിരക്കണക്കിന് കുട്ടികളാണ്. പഠനത്തിന്റെ മടുപ്പിൽ നിന്ന് കുട്ടികൾക്ക് അറിവും ആനന്ദവും പകരുന്ന വേദിയായി മാറിയിരിക്കുകയാണ് വായനോത്സവം. ഷാർജ എക്സ്പോ സെന്ററിൽ നിന്ന് ഷിൻ സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കുരുന്നുകൾക്ക് വിനോദത്തിന്റെയും വിജ്ഞാനത്തിന്റെയും അത്ഭുത ലോകം തുറക്കുകയാണ് ഷാർജ ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റിവലിൽ. അടിപൊളിയായി. ഞാൻ ഇന്ന് കുറേ കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെ കണ്ടു, പിന്നെ കുറേ ബുക്സ് വാങ്ങിച്ചു, നല്ല ഇൻട്രസ്റ്റിംഗ് ബുക്സ് വാങ്ങിച്ചു, കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു, എൻജോയ് ചെയ്തു. കുട്ടികളുടെ വായനോത്സവത്തിൽ മലയാള പുസ്തകങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ടെങ്കിലും ആവശ്യക്കാരേറെയുള്ളത് ഇംഗ്ലീഷ് ഭാഷയിലുള്ള പുസ്തകങ്ങൾക്കാണ്. മലയാളം നമുക്ക് പൊതുവേ നമ്മുടെ ഉണ്ട്, പക്ഷെ ഇപ്പം നമ്മൾ ചിൽഡ്രൻസ് ഫെയർ ആയതുകൊണ്ട് നമ്മൾ മലയാളം വളരെ കുറച്ച് മാത്രമേ വെച്ചിട്ടുള്ളൂ. കാര്യം കൂടുതൽ കുട്ടികളും ആവശ്യപ്പെടുന്നതും പേരൻസ് ആവശ്യപ്പെടുന്നതും ഇംഗ്ലീഷ് ബുക്സുകളാണ്. മെയിൻ നമ്മുടെ ഇവിടുത്തെ സ്കൂൾസ് ആണെങ്കിലും നമുക്ക് പ്രൊമോട്ട് ചെയ്യുന്നതും എല്ലാം UK ഇംഗ്ലീഷ്, ആ ടൈപ്പ് ഇംഗ്ലീഷുകളാണ്. കുട്ടികളിൽ ശാസ്ത്രബോധം വളർത്താനുള്ള സയൻസ് കോർണറും വായനോത്സവത്തിന്റെ ഭാഗമാണ്. Hi, I'm Professor Wizzy from Science Street, and we usually do science shows, but this time we're doing something totally different. We're doing a science show for the kids. It includes bubbles and colors and clouds with liquid nitrogen. വായനോത്സവത്തിൽ കുട്ടികളെ ഏറെ ആകർഷിക്കുന്നത് ബീഡ്സ് വർക്ക്ഷോപ്പാണ്. കുട്ടികൾ തന്നെ സ്വന്തമായി കീച്ചെയിൻ അടക്കമുള്ളവ നിർമ്മിക്കുന്നു. It's like a small beads. You have to put it in the plate. Then after that, you have to iron it, and they can make it as a keychain, like a ref magnets. So the kids, they love it because they can create their own designs. ഷാർജ ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റിവലിലേക്ക് കുരുന്നുകളുടെ ഒഴുക്ക് തുടരുകയാണ്. ഷാർജ എക്സ്പോ സെന്ററിൽ നിന്ന് രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം.